മാഡം ഗുഡ് മോർണിംഗ്. ഞാൻ പൊന്നാനിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. സെഷൻ ആയിരുന്നു. പ്രത്യേകം എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് അനുകൂലമായിട്ട് നല്ല രീതിയിലാണ് മാഡം ഇപ്പോ ഈ പ്രസന്റേഷൻ അവതരിപ്പിച്ചത്. അതിന് സൂട്ട് ആവുന്ന പ്രൊഡക്റ്റുകളെ അവതരിപ്പിക്കുകയും ചെയ്തു. കാരണം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോ എന്തൊക്കെ സമയത്തോളം ഞങ്ങളൊക്കെ നോമ്പ് കാലത്താണ് ജീവിക്കുന്നത്. അപ്പൊ നോമ്പും ഈ ചൂടും സമയത്ത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഭക്ഷണ രീതികൾ കൊണ്ടുവരാമെന്ന് ഇൻടേക്ക് കറക്റ്റ് ആക്കാനായിട്ട് നല്ല തരത്തിലുള്ള അതാണ് അങ്ങനെ പറഞ്ഞു തന്നത്. കൊണ്ടിരിക്കുന്ന ഒരാളെ ഇതിപ്പോ ശരിക്കും ഇത് എന്റെ മുന്നത്തെയും ഒരു ആഗ്രഹമായിരുന്നു, എങ്ങനെ നല്ലൊരു റമദാൻ ആക്കാം, എങ്ങനെ നോമ്പുകാലം ഉഷാറാക്കാം എന്നുള്ളത്. ഈ ഒരു ആഗ്രഹം മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ ഒരു ഭക്ഷണ രീതിയോ ജീവിതശൈലിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുന്നിൽ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ വാരി വലിച്ച് കഴിക്കുകയും ഈ പ്രോസസ് ഫുഡും അതേപോലെ ഓയിലി ഫുഡുകളൊക്കെ 5 മിനിറ്റോ 10 മിനിറ്റ് കൊണ്ടൊക്കെ പുറത്ത് തട്ടുകടയിൽ നിന്ന് വാങ്ങി കഴിക്കാൻ പറ്റുന്നത് കൊണ്ടും അല്ലെങ്കിൽ പാർസൽ വാങ്ങാൻ പറ്റുന്നതൊക്കെ വാങ്ങിയിട്ട് ആണ് വീട്ടിൽ നോമ്പുകാലങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു വ്യത്യാസമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത സമയത്ത് നല്ലൊരു ഭക്ഷണ രീതി, ജീവിതശൈലി, അതേപോലെ സപ്പോർട്ട് ആവുന്ന ന്യൂട്രീഷൻ ഫുഡുകൾ ഉപയോഗിച്ച് എങ്ങനെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാമെന്ന് ഇതുപോലത്തെ ട്രെയിൻഡ് ആയിട്ടുള്ള കോച്ചസ് പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഭക്ഷണ രീതിയെ ഞാൻ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. അതാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം. റിസൾട്ട് കിട്ടിയില്ലേ? ഹെൽത്തി ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ഒരു 21 കിലോ വെയിറ്റ് ലോസ് ചെയ്യാൻ കഴിഞ്ഞു. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് തന്നെ പറയണ്ട. പിക്ചർ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിയൽ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് എന്നതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ അധിക സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക, ഓക്കെ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിരുന്ന ചെറിയ ചെറിയ ടിഫിനുകളാക്കിയിട്ട് നമ്മുടെ ന്യൂട്രീഷൻ പ്രൊഡക്ട്സുകൾ ക്യാരി ചെയ്യുന്ന സമയത്ത് അവരുടെ ഭക്ഷണത്തോട് നമുക്ക് കോപ്പറേറ്റ് ചെയ്യാനും പറ്റും, അതേസമയം നമ്മളെ ഭക്ഷണങ്ങൾ പ്രയോറിറ്റി കൊടുക്കാനും പറ്റും. ഇതാണ് ഞാൻ ചെയ്ത ഒരു കാര്യം. ഈ രീതിയിൽ വെരി ഗുഡ്, നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂ ചെയ്യാ. കോച്ചിന് താങ്ക്സ് പറഞ്ഞു. ഇതുപോലെ എനിക്ക് നല്ലൊരു അവസരം നൽകിയ എന്റെ ഭക്ഷണ രീതിയെ, എന്റെ ഫാമിലിയെ നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദ് സലീമക്കും, അതേപോലെ ഈ സിസ്റ്റം എഡ്യൂക്കേഷൻ സെഷൻ നമ്മളെ എംപവർ ചെയ്തിട്ടുണ്ട്. അതിനും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു ഹെർബലൈഫ്, താങ്ക് യു മാർക്യൂസ്.